നമ്മൾ ഭയപ്പെടാതിരിക്കുക. മറ്റേ കൺസ്ട്രക്ഷനും പിന്നെ അതുപോലെ തന്നെ മറ്റേ സിമിലാരിറ്റി ഉണ്ടല്ലോ, ഇമേജസ്, റിഫ്ലക്ഷൻ, അങ്ങനെയൊക്കെയുള്ള പിന്നെ അതായത് ഇപ്പോൾ സിമ്മട്രി ഉണ്ടല്ലോ, മിറർ സിമ്മട്രി, റിഫ്ലക്ഷൻ സിമ്മട്രി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ആ ഇതെങ്ങോട്ടോ ഇതെങ്ങോട്ട് വയ്ക്കണം, അതാ നോക്കട്ടെ. ഇത് ഇവിടെ ഒന്ന് പിടിച്ചു. ഇപ്പോൾ നോക്ക്, ഇത് മൊത്തം നോക്ക്. ഇവിടെ നമ്മൾ പറയുന്നത് ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ്. എന്താണ് ഇങ്ങോട്ട് ചേർന്ന് ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് പി ക്യു ഓഫ് എനി ലെങ്ത് ആൻഡ് ടേക്ക് എ പോയിൻറ്റ് ടി ഔട്ട്സൈഡ് ഇറ്റ് ഡ്രാ എ ലൈൻ ആർ എസ് പാരലൽ ടു പി ക്യു ആൻഡ് പാസിംഗ് ത്രൂ പോയിൻറ്റ് ടി. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുണ്ട്. എന്ത് ചെയ്യണം, ഏത് ലൈനും പാരലായിട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നോക്കുക, ഡ്രാ എ ലൈൻ പി ക്യു. മനസ്സിലായില്ലേ? ഡ്രാ എ ലൈൻ പി ക്യു. ഡ്രാ എ ലൈൻ പി ക്യു എന്ന് വെച്ചാൽ എന്താണ്? ഡ്രാ ലൈൻ പി ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഡ്രാ എ ലൈൻ പി ക്യു ആൻഡ് എന്താണ് മാർക്ക് എ പോയിൻ്റ് എന്താണ് എ ഓൺ ഇറ്റ്, അല്ലേ? ഡ്രാ എ ലൈൻ പി ക്യു ആൻഡ് മാർക്ക് എ പോയിൻ്റ് എ ഓൺ ഇറ്റ്, ടേക്ക് എ പോയിൻ്റ് ഔട്ട്സൈഡ് പി ക്യു, ജോയിൻ എ ടു പി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പി ക്യു എന്നൊരു ലൈൻ വരയ്ക്കണം. ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാം. ആൻഡ് മാർക്ക് എ പോയിൻ്റ് എ ഓൺ ഇറ്റ്. പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. പി ക്യു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് എ എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മിഡ് പോയിൻ്റ് അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ടേക്ക് എ പോയിൻ്റ് ഔട്ട്സൈഡ് പി ക്യു, പി ക്യുവിന് ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. പി ക്യുവിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള പോയിൻ്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ജോയിൻ എ ടു പി, അതായത് ഒരല്പ ഡിസ്റ്റൻസ് മുകളിലായിട്ട് പി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ത് ചെയ്യുക, എടുത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിപ്പം മിഡ് പോയിൻ്റാണ്, ഇതിനൊരല്പം ഔട്ട്സൈഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പി എന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഒരു ഇമാജിനറി ലൈൻ. മനസ്സിലായില്ലേ? പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, വിത്ത് എ സെൻറ്റർ, എനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടമുള്ള റേഡിയസ് എടുക്കുക. എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള റേഡിയസ് എടുക്കണം. ആൻഡ് എനി റേഡിയസ് ഡ്രാ ആൻ ആർക്ക് കട്ടിങ് പി ക്യു, പി ക്യുവിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആർക്ക് നമ്മൾ വരയ്ക്കുക. കട്ടിങ് ആൻ ആർക്ക് പി ക്യു അറ്റ് ബി ആൻഡ് എ പി അറ്റ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ഇങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു ആർക്ക് പോലെ വരയ്ക്കുന്നു. മനസ്സിലായില്ലേ? ഫുൾ സർക്കിളാണെങ്കിൽ ഇങ്ങനെ ഡോട്ടർ ലൈൻ പോലെ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ ഭാഗമാണ് ആർക്ക്. അതുപോലെ ഒരു വര നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് എവിടെ വരയ്ക്കണം, പി എസ് സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. നൗ വിത്ത് പി എസ് സെൻറ്റർ ആൻഡ് ദ സെയിം റേഡിയസ് അസ് ഇൻ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 പറഞ്ഞതുപോലെ തന്നെ എ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പി എസ് സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഡ്രാ അനദർ ആർക്ക് കട്ടിങ് എ പി അറ്റ് ഡി, ഡ്രാ അനദർ ആർക്ക് കട്ടിങ് എ പി അറ്റ് ഡി. മനസ്സിലാകുന്നുണ്ടോ? വിത്ത് ഡി എസ് സെൻറ്റർ. ഇനി അതവിടെ നിൽക്കട്ടെ, ഇത് രണ്ടും വരച്ചു. ആദ്യം എ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെയും വരച്ചു, പി എ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെയും വരച്ചു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡി, അതായത് ഈ പി എ എന്നുള്ള പോയിൻറ്റിനിടയ്ക്ക് ഡി എന്നൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡി എ സെൻറ്റർ ചെയ്യുന്നു. എവിടെ സെൻറ്റർ ചെയ്യുന്നു, ആദ്യം എ സെൻറ്റർ ആയിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു റേഡിയസിലൊരു ആർക്ക് വരയ്ക്കുന്നു, പി എ സെൻറ്റർ ആയിട്ട് ഇഷ്ടമുള്ള റേഡിയസിലൊരു ആർക്ക് വരയ്ക്കുന്നു. അങ്ങനെ വരച്ച കൂട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടി, ഡി എന്നൊരു പോയിൻറ്റ് കിട്ടി. എയും അല്ല പി അല്ല, ഇനി അടുത്ത മൂന്നാമത്തതാണ് ഡി എന്ന് പറയുന്നത്. എന്നിട്ട് ഡി എ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ആർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. പക്ഷേ അതിൻ്റെ റേഡിയസ് എത്രയാണ്, ബി സി ആണ്. നമുക്ക് ബി സി, ഈ റേഡിയസ് എത്രയാണ്, ബി സി എന്നുള്ള, ഇത് ബി, ഇത് സി. അപ്പോൾ ബി സി എന്നുള്ള കോമ്പസ് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഒരു ബി സി ഒരു ഇത് കിട്ടും. മനസ്സിലായില്ലേ? അത്രയും ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കിട്ടും. ആ ലെങ്ത്ത് വെച്ചുകൊണ്ട് ഡി എസ് സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് ദാണ്ട് ഇവിടെ കട്ട് ചെയ്യുന്നു, ദാണ്ട് ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പി എസ് സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വരയും വരച്ചിട്ടുണ്ട് സർക്കിൾ. ഇവിടെ ഡി എസ് സെൻറ്ററാക്കിക്കൊണ്ട് അടുത്തൊരു വരയും വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ പിന്നെ ജോയിൻ ചെയ്യുന്ന സ്ഥലം, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ആണ്. ആൾറെഡി പി ഉണ്ട് താനും. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇ നിന്ന് പിയിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇ നിന്ന് പിയിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, പി ക്യുവിന് പാരലായിട്ടുള്ള ഒരു ലൈൻ എം എന്ന് കിട്ടുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ആദ്യത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്,
ആദ്യത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രാമിൽ നമുക്ക് എന്തില്ല, ഇങ്ങനെ തമ്മിൽ ഒരു, അതായത് എന്താണ്, ഒരു പെർപെൻഡിക്കുലാരിറ്റി ഇല്ല. മനസ്സിലായില്ലേ? ഒരു പെർപെൻഡിക്കുലർ എന്നുള്ള അനുഭവമില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ പെർപെൻഡിക്കുലർ അനുഭവമില്ല. അതിന് പകരം എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ പാരലൽ എന്നൊരു അനുഭവം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് പാരലാണ്. ഇപ്പോൾ പി ക്യൂവും എമ്മും പാരലാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പി എന്ന് പറയുന്ന എമ്മിന് പെർപെൻഡിക്കുലർ അല്ല, പി എന്ന് പറയുന്ന എന്തല്ല എമ്മിന് പെർപെൻഡിക്കുലർ അല്ല, അതുപോലെ എ എന്ന് പറയുന്ന പി ക്യൂവിനും പെർപെൻഡിക്കുലർ അല്ല. ആ ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക. വിത്ത് ഡി എസ്, ഇവിടെ നോക്ക്, വിത്ത് ഡി എസ് സെൻറ്റർ ആൻഡ് റേഡിയസ് ഇസിക്കൽ ടു ബി സി ഡ്രാ ആൻ ആർക്ക്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയസ് ബി സി ആണ്. നമുക്ക് ഫൈനൽ സ്റ്റെപ്പ്. ടേക്ക് എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 5.2 സെൻറ്റിമീറ്റർ. ടേക്ക് എനി പോയിൻറ്റ് പി ഔട്ട് സൈഡ് ഇറ്റ്. ഡ്രാ എ ലൈൻ സി ഡി പാരലൽ ടു എ ബി ആൻഡ് പാസിംഗ് ത്രൂ പോയിൻറ്റ് പി. മനസ്സിലായില്ലേ? ഇത് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും തമ്മിൽ പെർപെൻഡിക്കുലറും കൂടെയാണ്, പാരലലാണ്. അതായത് ഈ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ പാരലാണ്. അതുപോലെ തന്നെ ഈ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനും എന്താണ്, പാരലാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെയല്ല. ഈ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് എ ബിക്കും പെർപെൻഡിക്കുലറാണ്. അതുപോലെ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഡി സിക്കും പെർപെൻഡിക്കുലറാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ട്? അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെ. അപ്പോൾ നോക്ക്. വിത്ത് ക്യൂ ആസ് സെൻറ്റർ ആൻഡ് എനി റേഡിയസ് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് എന്താണ്, ആർ ആൻഡ് എസ്. ഇവിടെ നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള റേഡിയസ്, മനസ്സിലാവുന്നുണ്ടോ, ഇഷ്ടമുള്ള റേഡിയസ് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ പി എസ് സെൻറ്ററാക്കിക്കൊണ്ട് പിന്നെ മനസ്സിലായില്ലേ, അതെങ്ങനെയാണ് നോക്കാം. ഇത് നമുക്ക് വിത്ത് ആർ എസ് സെൻറ്റർ ആൻഡ് സം റേഡിയസ് വിത്ത് ക്യൂ എസ് സെൻറ്റർ ആൻഡ് എനി റേഡിയസ് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. ഇവിടെ നമുക്ക് ഇനി അടുത്ത അതല്ല, പിന്നെ എന്താണ്, അപ്പോൾ ക്യൂ എസ് സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ഇനി ഈ പോയിന്റിൽ ഇവിടെ നമുക്ക് എന്താണ്, ആറും എസ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആറ്, ഇവിടെ നമ്മൾ ആറ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ നമ്മൾ എസ് മാർക്ക് ചെയ്യുന്നു. നോക്ക്, ഇവിടെ ആറ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ എസ് മാർക്ക് ചെയ്യുന്നു. ക്യൂ എസ് സെൻറ്ററാക്കിക്കൊണ്ട് ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സൈഡ്, ഈ രണ്ട് അറ്റങ്ങളെ നമുക്ക് എന്ത് പേര് കൊടുക്കാം, ആറെന്നും എസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. ആറെന്നും എസ് എന്നും പേര് കൊടുക്കാം. മനസ്സിലായില്ലേ? ആറെന്ന് എസ് എന്നും പേര് കൊടുത്ത ശേഷം ആറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഈ ആറിനെ അതാ ഇങ്ങനെ, അതായത് നമ്മൾ ഈ വരച്ച റേഡിയസിനെ മാറ്റാതെ, അതായത് ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ വരച്ചല്ലോ, ആ റേഡിയസ് ഒട്ടും മാറ്റണ്ട. കോമ്പസിൽ അല്പം പോലും മൂവ്മെൻറ്റ് പാടില്ല. മനസ്സിലായില്ലേ? ആറിനെ എസിനെ നമ്മൾ വരച്ചപ്പോഴത്തേക്കും ആ വരച്ച കോമ്പസിലെ റേഡിയസ് അല്പം പോലും മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആറിലേക്ക് ആ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് വയ്ക്കുന്നു. കോമ്പസിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് കൊണ്ട് വച്ച ശേഷം റേഡിയസിൽ ശേഷം ഒരു കണിക പോലും റേഡിയസ് നമ്മൾ കഴിവതും മാറ്റാൻ ശ്രമിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സർക്കിളിനെ കട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു ആർക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയും കട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 60 ഡിഗ്രി എന്ന് പറയുന്നത്, 60 ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് വീണ്ടും ഈ കോമ്പസിൽ ഒരല്പം പോലും ആ ആംഗിളിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആർക്കിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്താതെ കോമ്പസ് എങ്ങനെയാണോ വച്ചത്, നോക്ക്, ഈ ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ വരച്ചു, അതുപോലെ എടുത്ത് ആറിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇവിടെ വരച്ചു, അതുപോലെ എടുത്ത് എമ്മിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എന്നിനെയും കട്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ 6 എമ്മും തമ്മിലുള്ള ഈ ഒരു ആംഗിളിൻ്റെ ദൂരം എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ എമ്മിനും എന്നിനും തമ്മിലുള്ള വീണ്ടും അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത്രയും ഒരു അകൽച്ച എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 + 60 എത്രയാണ്, 120. മനസ്സിലായില്ലേ? അപ്പോൾ 60ക്കും 120ക്കും ഇടയ്ക്കായിരിക്കും എന്താണ്, 90 ഡിഗ്രി. 60ക്കും എം എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ്. അതുപോലെ എൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് എഗെയിൻ 60. എമ്മിനും എന്നിനും ഇടയ്ക്ക്, അതായത് 60ക്കും 120ക്കും ഇടയ്ക്കുള്ളതിനാണെന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എമ്മിൻ്റെ എന്നിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തണം. എങ്ങനെയാണ് മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നത്? എമ്മിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, പകുതി കൂടുതൽ ഡിസ്റ്റൻസ് എടുത്ത ശേഷം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ച ആ കോമ്പസിൻ്റെ സെയിം ഈ പോയിൻ്റ്, സെയിം ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പിന്നെ റേഡിയസ് ഇത് മാറ്റിയില്ലല്ലോ, മെഷർമെൻറ്റ് മാറ്റിയില്ലല്ലോ, സെയിം അല്ലേ വരച്ച ഇവിടെയൊക്കെ.
അതേപോലെ തന്നെ എമ്മിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയും കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയും കിട്ടി, ഇങ്ങനെയും കിട്ടി. ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് താണ്ട് ഈ പി ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ക്യൂവിൽ നിന്ന് പിയിലേക്ക് എന്ത് ചെയ്യുന്നു, ലൈൻ ഇങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ചില ക്വസ്റ്റ്യനിൽ തന്നേക്കും ഈ ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഒരു 5 സെൻറ്റിമീറ്ററെന്നോ 5.2 സെൻറ്റിമീറ്ററെന്നോ പറഞ്ഞേക്കും. അന്നേരം നമ്മൾ ഈ വരച്ചേക്കുന്ന പോയിൻ്റ് ജോയിൻ ചെയ്യും. തീർച്ചയായിട്ടും ക്യൂവിൽ നിന്ന് പിയിലേക്ക് ജോയിൻ ചെയ്യും. പ്ലസ് എത്ര ഡിസ്റ്റൻസാണോ അഡീഷണലായിട്ട് വേണ്ടത് അതും കൂടെ നമ്മൾ ചേർത്ത് ഈ ക്യൂവിൽ നിന്നും ആ ചേർക്കേണ്ട ആ സ്ഥലം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത് അതും കൂടെ പിന്നെ ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ട് പാരലൽ ലൈൻ ഇങ്ങനെ വലത്തോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് പി കിട്ടി അല്ലേ. ഈ പോയിൻ്റ് പി കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലറായിട്ട് കിട്ടി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യം പെർപെൻഡിക്കുലറായിട്ട് ഈ ലൈൻ മാത്രമല്ല, പാരലൽ ലൈനും കൂടെ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് തിരിക്കണം. എങ്ങനെയാണ് അത് തിരിക്കുന്നത്, അത് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇതിനങ്ങ് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ നമുക്കത് ഇങ്ങനെ ചുറ്റും വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇഷ്ടമുള്ള റേഡിയസിൽ ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റേഡിയസ് മാറ്റാതാണ്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സെൻറ്ററാക്കിക്കൊണ്ട് അതാണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പം ഇത് 60, ഇത് 120, ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതാണ് 90 ഡിഗ്രി. അപ്പം നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചുകൊണ്ട് അതാണ്ട് ഇങ്ങനെയും കട്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയും കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ നടുക്കൂടെ പോകുന്നതിനെയാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ഇങ്ങോട്ടൊക്കെ ഈ ലൈൻ, അതായത് ആദ്യത്തെ ലൈൻ നോക്ക്, ഈ ലൈനും തമ്മിൽ പാരലാണ്. നേരെ മറിച്ച് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് ലൈൻ എ ബിക്കും അതുപോലെ തന്നെ ഡി സിക്കും എന്താണ്, ഈ ലൈൻ അതായത് ക്യൂ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ലൈൻ, ഡി ക്യൂ എന്ന് പറയുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, എ ബിക്കും ഡി സിക്കും എന്തായിരിക്കും, അതായത് 90 ഡിഗ്രി എന്നുള്ള അർത്ഥത്തിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് വായിക്കാം. വിത്ത് ക്യൂ ആസ് സെൻറ്റർ ആൻഡ് എനി റേഡിയസ് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. വിത്ത് ക്യൂ ആസ് സെൻറ്റർ ആൻഡ് എനി റേഡിയസ് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് എന്താണ്, എ ബി ഓഫ് എനി ലെങ്ത്ത് വിത്ത് എ റൂളർ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, അത് 5.2 ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനിൽ എത്രയാണ്, ഇങ്ങോട്ടോ ഫിംഗറിലേക്ക് നോക്കും, 5.2 ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ ദൂരം ഏത്, ഈ ക്യൂവും പിയും തമ്മിലുള്ള ദൂരം എൻ്റെ കയ്യിലേക്ക് നോക്കും, ക്യൂവും പിയും തമ്മിലുള്ള ഈ ദൂരം 5.1 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് എ ബി ഓഫ് എനി ലെങ്ത്ത് വിത്ത് എ റൂളർ ഹിയർ 5.2 സെൻറ്റിമീറ്റർ. ഏതെങ്കിലും തന്നിട്ടുണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ മാർക്ക് എ പോയിൻറ്റ് ക്യൂ ഓൺ എ ബി. ക്യൂ എന്നൊരു പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്ക്, ക്യൂ എന്ന പോയിൻറ്റ് നോക്ക്, ഇവിടെ നോക്ക്, ക്യൂ എന്ന പോയിൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തത് ഓൺ എ ബി. ഓൺ എ ബി എന്ന് വെച്ചാൽ എന്താണ്, എ ബി എന്നൊരു ലൈനിനിടയ്ക്ക് ക്യൂ എന്ന പോയിൻറ്റ് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഇനി പോയിൻറ്റ് നമ്പർ 3 വിത്ത് ക്യൂ ആസ് സെൻറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ്, അത് വേർഡ്സായിട്ട് പറയുന്നതേ ഉള്ളൂ. വിത്ത് ക്യൂ ആസ് സെൻറ്റർ ആൻഡ് എനി റേഡിയസ്. ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഏത് റേഡിയസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുത്തുകൊണ്ട് നമുക്ക് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. അപ്പോൾ ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇൻ്റർസെക്റ്റിംഗ് അറ്റ്, ഇതുകൊണ്ട് നോക്ക്, അതുകൊണ്ട് ഇങ്ങനെ നോക്ക്, ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. ഈ ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ നോക്ക് ഒരു കോമ്പസ് കൊണ്ട് വരയ്ക്കും പോലെ അത് ഇങ്ങനെ അങ്ങ് വരയ്ക്കും, ഇൻ്റർസെക്റ്റിംഗ് എ ബി അറ്റ് ആർ ആൻഡ് എസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് വിത്ത് ആർ എ സെൻറ്റർ ആൻഡ് സെയിം റേഡിയസ് ഡ്രാ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് ദ പ്രീവിയസ് ആർക്ക് അറ്റ് എം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ റേഡിയസിന് ചേഞ്ച് വരുത്താതെ സെയിം ആറിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ഒരു, ഈ റേഡിയസിന് ചേഞ്ച് ഇല്ല, നമ്മൾ ഈ ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് വരച്ച ഇതിന് ചേഞ്ച് ഇല്ല. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, 6ലേക്കായിരിക്കും പിന്നീട് നമ്മൾ സെൻറ്ററാക്കിക്കൊണ്ട് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എം എന്നുള്ള പോയിൻറ്റ് കിട്ടും വിത്തൗട്ട് ചേഞ്ചിങ് ദ റേഡിയസ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയസ് മാറ്റം വരുത്താതെ എമ്മിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്നും കൂടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ എത്രയായി, ഇത് 60 ഡിഗ്രി, ഇത് എഗെയിൻ 60 ഡിഗ്രി, 120, 60 + 60 = 120. അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്താണ്, 90 ഡിഗ്രി. അങ്ങനെ കിട്ടി. വിത്ത് എം എസ് സെൻറ്റർ ആൻഡ് എന്താണ് സെയിം റേഡിയസ് ഡ്രാ അനദർ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് ദ പ്രീവിയസ് ആർക്ക് അറ്റ് എൻ. ഇൻ്റർസെക്റ്റിംഗ് ദ പ്രീവിയസ് ആർക്ക് അറ്റ് എൻ. നമുക്ക് വിത്ത് എം എസ് സെൻറ്റർ, നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ വേർഡ്സായിട്ട് പറയുന്നതേ ഉള്ളൂ. വിത്ത് എം എസ് സെൻറ്റർ ആൻഡ് സെയിം റേഡിയസ് ഡ്രാ അനദർ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് ദ പ്രീവിയസ് ആർക്ക് അറ്റ് എൻ. എം ഇ വെച്ചുകൊണ്ട് നമ്മൾ എന്നിലും കൂടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഈ ആർക്ക് ചേഞ്ച് ചെയ്യാതെ നമ്മൾ നേരത്തെ ചെയ്യിപ്പിച്ചാണ്. വിത്ത് എം ആൻഡ് എസ് ആ സെൻറ്റേഴ്സ് ആൻഡ് സെയിം റേഡിയസ് ഡ്രാ 2 ആർക്സ്. 2 ആർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. 2 ആർക്ക് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ. കേട്ടോ,
രണ്ടാമത്തെ ഇങ്ങനെയും ഇങ്ങനെയും എമ്മിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെയും വരയ്ക്കുന്നു, എമ്മിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെയും വരയ്ക്കുന്നു, അതുപോലെ തന്നെ എന്നിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെയും വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി. മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി. വിത്ത് എം ആൻഡ് എസ് സെൻറ്റേഴ്സ് ആൻഡ് സെയിം റേഡിയസ് എന്താണ് ഡ്രാ ടു ആർക്സ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് പോയിൻ്റ് പി. ജോയിൻ ക്യൂ ആൻഡ് പി. അപ്പോൾ ജോയിൻ എന്ത് ചെയ്യണം? ക്യൂവിനെയും പിന്നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് വിത്ത് ദീസ് ആംഗിൾ പി ക്യു ഇസ് ഈക്വൽ ടു നമുക്ക് വിത്ത് ദീസ് ആംഗിൾ പി ക്യു എ. ആംഗിൾ പി ക്യു എന്ന് പറഞ്ഞതാണ് ഇങ്ങോട്ടൊക്കെ പി ക്യു എ. ഇങ്ങോട്ടൊക്കെ എവിടെയാണ്? നോക്ക് പി ക്യു എ. ഇതെത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ പി ക്യു ബി എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. നോക്ക് പി ക്യു ബി എന്ന് പറയുന്നത് നോക്കുക, ചിത്രത്തിൽ നോക്ക് പി ക്യു ബി. ഇതിൻ്റെ ഇടയിലും 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. പി ക്യു എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ പി ക്യു ബി എന്ന് പറയുന്നതും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്ക് ആൻഡ് പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറയുന്നതാണ് എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. അതുപോലെ മാർക്ക് എ പോയിൻ്റ് ഡി ഓൺ ദ പെർപെൻഡിക്കുലർ ക്യു പി സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എനി ലെങ്ത് ദാറ്റ് ഈസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കിട്ടിയ ശേഷം ദാ ഇങ്ങനെ വെച്ചിട്ട് ഈ നമ്മൾ ഫോളോ ചെയ്ത അതേ സ്റ്റെപ്സ് ഇത് വേറൊന്നാണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ കണ്ടെത്തണം. ദാറ്റ് മീൻസ് ഇതും പാരലാണ്, ഇത് മാത്രം പെർപെൻഡിക്കുലറാണ്. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ വെച്ച് ചെയ്ത ഇതേ സ്റ്റെപ്പില്ലേ, ഏത് ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് എം വെച്ചിട്ട് എന്നും പിന്നെ എമ്മിനെ സെൻറ്റർ പോയിൻ്റ് എടുത്ത് ഇങ്ങനെ കണ്ടെത്തിയില്ലേ, അതേ സ്റ്റെപ്സ് എവിടെ വരയ്ക്കണം? അതുകൊണ്ട് ഈ ഡി എ സെൻറ്ററാക്കിക്കൊണ്ട് ആദ്യം ഇതാ ഇങ്ങനെ വരയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇത് മാറ്റാതെ, ആ പോയിൻ്റ് മാറ്റാതെ, ആ റേഡിയസ് മാറ്റാതെ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സെൻറ്ററാക്കിക്കൊണ്ട് ഇവിടെയും കട്ട് ചെയ്യുന്നു. അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും 90 ഡിഗ്രി. അപ്പോൾ ഇതെങ്ങനെ കിട്ടി? അപ്പം ഈ ലൈനും നോക്ക് എ ബി എന്ന് പറയുന്ന ലൈനും അതുപോലെ ഡി സി എന്ന് പറയുന്ന ലൈനും പാരലാണ്. നേരെ മറിച്ച് ഈ ലൈൻ അതായത് ഡി ക്യൂ എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. മാർക്ക് എ പോയിൻ്റ് ഡി ഓൺ ദി പെർപെൻഡിക്കുലർ ക്യൂ പി സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എനി ലെങ്ത്. അത് എത്ര ആയിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും. അതായത് ഡി ക്യൂ ഈസ് ഈക്വൽ ടു പി ക്യൂ. ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ചിത്രത്തിൽ നോക്ക് ഡി ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? പി ക്യൂ. നോക്ക് ഇവിടെ നോക്ക് ഡി ക്യൂ എന്ന് പറയുന്നതായിരിക്കും പി ക്യൂ. അതായത് ഇത് തമ്മിലുള്ള ഇതിങ്ങനെ പാരലൈൻ ആകുമ്പം ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞാലും ഈ ലൈൻ എന്ത് ചെയ്യും? തമ്മിലുള്ള ഈ വിട്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. കൺസ്ട്രക്ട് എ റൈറ്റ് ആംഗിൾ അറ്റ് ഡി ഫോളോയിങ് ദ സെയിം സ്റ്റെപ്സ്. ദാറ്റ് ഈസ് ഇവിടെ നോക്ക് ഒ ഡി സി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നോക്ക് ഒ ഡി സി എന്താണ്? ഇവിടെ നോക്ക് എവിടെയാണ് ഒ എന്ന് പറയുന്നത് എന്താണ്? ഒ ഡി സി. ഇവിടെ നോക്ക് ഒ ഡി സി. നോക്ക് ഒ ഡി സി ഇതെത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും? ഒ ക്യൂ ബി. അതുപോലെ ഡി ക്യൂ ബി സിക്കൽ 90 ഡിഗ്രി. ഡി ക്യൂ ബി സിക്കൽ 90 ഡിഗ്രി. നമുക്ക് ഡി ക്യൂ ബി സിക്കൽ 90 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊക്കെ ആയിരിക്കും 90 ഡിഗ്രി എന്ന് പറയുന്നത്? ഒ ഡി സി ഡി ക്യൂ ബി. നോക്ക് ഒ ഡി സി. നോക്ക് ഒ ഡി സി ഇസ് ഈക്വൽ ടു അതുപോലെ ഡി ക്യൂ ബി. അതായത് ഈ ആംഗിളും നോക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്ക് ചിത്രത്തിൽ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. നോക്ക് ഒ ഡി സി 90 ഡിഗ്രി. അതുപോലെ എന്താണ്? ഡി ക്യൂ ബി ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംശയലേശന്യ പറയാം. അതേ ഡൗട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? അസ്രി പി സി നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അങ്ങനെ വരാൻ കാരണം തന്നെ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും തെളിയിക്കാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താണ്? ഡി സി ഈസ് പാരലൽ ടു എന്താണ്? ഡി സി ഈസ് പാരലൽ ടു എന്താണ്? ക്യൂ ബി. ഡി സി ഈസ് പാരലൽ ടു ക്യൂ ബി അല്ലെങ്കിൽ ഡി സി ഈസ് പാരലൽ ടു എന്താണ്? എ ബി എന്ന് പറയാൻ പറ്റും. ഡി സി എന്ന് പറയുന്ന ലൈനും കിട്ടി, എ ബി എന്നുള്ള ലൈനും കിട്ടി. മാത്രമല്ല ഡി ക്യൂ എന്ന് പറയുന്നത് ഡി സിക്കും പെർപെൻഡിക്കുലറാണ്. അതുപോലെ തന്നെ ഡി ക്യൂ എന്ന് പറയുന്നത് എ ബിക്കും എന്താണ്? പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് വരുന്നതിനാണ് പെർപെൻഡിക്കുലർ. മനസ്സിലായില്ലേ? ലൈൻ സി ഡി ഈസ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലൈൻ എ ബി ആൻഡ് പാരലൽ ടു എ ബി. ദാറ്റ് ഈസ് സി ഡി ഈസ് പാരലൽ ടു എ ബി. സി ഡി ഈസ് പാരലൽ ടു എ ബി. അതിനെ ബേസ് ചെയ്തുള്ള
പിന്നെ ചിത്രങ്ങളാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെ അത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, അതിനെ ബേസ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. എന്നാണ് നമ്മൾ ഹോംവർക്കായിട്ട് ചെയ്തില്ലേ 17/1/2026 അല്ലേ? ഒരു ഹോംവർക്ക് പോലെ ഉണ്ടായിരുന്നു അല്ലേ? അടുത്ത നോക്ക്. പിന്നെ തീർച്ചയായിട്ടും ആദ്യം ഇത് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടോ പണ്ട് വരച്ചത്? ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കൂ, ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് എന്താണ്? MN = 9 cm, മാർക്ക് എ പോയിൻറ്റ് P above it ആൻഡ് ഡ്രാ PQ ഈസ് പാരലൽ ടു MN. അതായത് അതെങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉപയോഗിച്ച മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ തിയറിയാണ്, അതെങ്ങനെ വരയ്ക്കുമെന്ന് പറഞ്ഞെന്നുള്ളൂ. സെയിം മെത്തേഡ്. പിന്നീട് നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതും കൂടെ നോക്കിയ ശേഷം നമുക്ക് വരച്ചു പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു സ്കെയിലിൻ ട്രയാങ്കിൾ. സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡും അൺഈക്വൽ ആയിട്ടുള്ള ലൈനാണ് എന്ന് പറയുന്നത് സ്കെയിലിൻ ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡും ഈക്വൽ ആയിട്ടുള്ള, 3ാമത്തെ സൈഡ് അൺഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ലൈൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും. 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ലൈൻ എന്ന് പറയും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണ്, 3ാമത്തെ സൈഡ് ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് എന്താ പറയുക? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ എന്നാണ്. ഐസോ മനസ്സിലായില്ലേ? ഐസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരേപോലെ. നമ്മൾ ഐസോ ബാർ, ഐസോ ടോപ്പ്, പിന്നെ 2 ടെമ്പറേച്ചർ ഒരുപോലെ എന്നൊക്കെ, ഐസോ തെർമൽ എന്നൊക്കെ പറഞ്ഞില്ലേ? അന്ന് എക്സാമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഐസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സെയിം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഐസോസിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെയിം സൈഡ് ലെങ്ത് ഉള്ള ട്രയാങ്കിൾ. ട്രയാങ്കിളിന് എത്ര സൈഡുണ്ട്? ടോട്ടൽ 3 സൈഡുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അതുപോലെ ഏതെങ്കിലും എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, പിന്നെ എന്തായിരിക്കും? എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. പിന്നെ 3 സൈഡും 3 രീതിയിൽ അങ്ങനെയുള്ളതിനെ പറയുന്നവരാണ് സ്കെയിലിൻ ട്രയാങ്കിൾ. പക്ഷേ അത് ട്രയാങ്കിളാണ്, ഒറ്റ ട്രയാങ്കിളാണ്. പക്ഷേ ഒരു ട്രയാങ്കിളേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിൽ തന്നെ 3 സൈഡും 3 മെഷർമെൻ്റ് ആയിരിക്കും. അതുപോലെ അതിന് ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും? ഇങ്ങോട്ടോക്ക്. ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിളും ഈ എന്താണ് BAC എന്ന് പറയുന്ന ആംഗിളും, അതുപോലെ ACB എന്ന് പറയുന്ന ആംഗിൾ, ഏത് രണ്ട് ഇതും, അതുപോലെ തന്നെ ABC എന്ന് പറയുന്ന ആംഗിളും വ്യത്യസ്തമായിരിക്കും. അതായത് ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിന് 3 ആംഗിളും ഡിഫറൻ്റ് ആയിരിക്കും. ആംഗിൾ A ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ B, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ C. അതുപോലെ തന്നെ AB ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? AC ഈസ് നോട്ട് ഈക്വൽ ടു BC. അങ്ങനെയുള്ളതിനാണ് നമ്മളെന്ത് പറയുന്നത്? സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയും. അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്റ്റ് എ ട്രയാങ്കിൾ ABC. ഇത് കഴിഞ്ഞിട്ട് വരപ്പിലേക്ക് കിടക്കും. ഓർമ്മ വന്നോ അതൊക്കെ? കൺസ്ട്രക്റ്റ് എ ട്രയാങ്കിൾ ABC വിത്ത് BC = 6 cm, AB = 5.2 cm ആൻഡ് AC = 6.3 cm. ചിലപ്പോൾ ഇത് ഈ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പഠിച്ചാൽ തന്നെ ഏതാണ്ട് പകുതി മാർക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നോക്ക്, അത് പഠിച്ചോണം. സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ. ഡ്രാ എ ലൈൻ സെഗ്മെൻറ്റ് AC = 6.3 cm. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ് മെഷർ ദി ലെങ്ത് AB = 5.2 cm ആൻഡ് ഡ്രാ ആൻ ആർക്ക് വിത്ത് സെൻറ്റർ A. എഗെയിൻ മെഷർ ദ ലെങ്ത് CB = എത്രയാണ്? 6 cm ആൻഡ് ഡ്രാ അനദർ ആർക്ക്. മനസ്സിലായില്ലേ? എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നീട് നമ്മളെന്ത് പഠിച്ചു? വിത്ത് കോമ്പസ്. ഇവിടെ നോക്ക്. വിത്ത് കോമ്പസ് ടേക്കിംഗ് ദ സെൻറ്റർ C, മാർക്ക് പോയിൻറ്റ് B അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ആർക്സ്, ജോയിൻ AB ആൻഡ് CB. therefore ACB is the required triangle. ഇവിടെ നോക്ക്, എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കണം. ഇവിടെ നോക്ക്, 5.2 ആണോ? താഴെ നോക്ക്, 5.2 ആണോ 6.3 ആണോ? 6 ആണ് ഏറ്റവും വലുത്. പേടിക്കണ്ട. 6.3 ആണ് വലുത്. അപ്പോൾ അത് ആദ്യം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? AC എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. 6.3യുടെ പേരെന്താണ്? AC ആണ് അല്ലേ? അപ്പോൾ AC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈന് സ്കെയിലിൽ 0യും മറ്റത് 6.3 എന്നുള്ള അർത്ഥം. സ്കെയിൽ എടുക്കുക, പറഞ്ഞുതരാം.
ഇവിടെ നോക്ക് എങ്ങനെയാണ് 6.3 വരയ്ക്കുന്നത്. ഇതാ നോക്ക് ഇവിടെ ഈ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ഇവിടെ ഇത് പറന്നു പോയിരിക്കും. ഇവിടെ ഒരു ഇത് എന്തെങ്കിലും എടുത്ത് വൈ ഇതിങ്ങനെ പിടിച്ചാൽ മതി. വേണ്ട ഈ 0 ഇവിടെ വരണം, ഈ 0 ഇവിടെ വരണം. എന്നിട്ട് രണ്ട് ഇതിന് ചേർത്ത് 6.3 എന്നുള്ള രീതിയിൽ എടുക്കണം. രണ്ട് ഏകദേശം 6.3 വന്നില്ലേ. സിക്സ് 6.3 പോലെ ഏകദേശം വന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് 6.3 അതുകൊണ്ട് നമുക്ക് എൻ്റെ ചെറുവിരൽ നോക്ക് അത് 0 ആയിട്ട് ചേർന്നിരിക്കുന്നു. അതുപോലെ ഈ പെരുവിരൽ പിന്നെ പോയിൻറ്റ് ഫിംഗർ നോക്ക് അത് 6.3 അടുപ്പിച്ചിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം 0 മുതൽ 6.3 അങ്ങനെയാണ് 6.3 വരയ്ക്കുന്നത്. എന്നിട്ട് ആ ലൈൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ജോയിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ നോക്കുന്ന അടുത്ത ഏതാണ് പറഞ്ഞിരിക്കുന്നത്, BC 6 സെൻറ്റിമീറ്റർ, AB 5.2 സെൻറ്റിമീറ്റർ. അപ്പോൾ AC വരച്ചു. ഇനി അറിഞ്ഞുകൂടാത്ത പോയിൻ്റ് ഏത് മാത്രമേ ഉള്ളൂ, B മാത്രമേ ഉള്ളൂ. ആ കിട്ടുന്ന പോയിൻറ്റിന് B എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ തൽക്കാലം A സെൻറ്ററാക്കിക്കൊണ്ട് അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏതാണ്, B ആണ് നമുക്കില്ലാത്തത് അല്ലേ. അപ്പോൾ AB = 5.2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതിനാണ് സെൻറ്ററാക്കേണ്ടത്, AB. നമുക്ക് B കിട്ടിയിട്ടില്ല, പക്ഷേ AB ഉണ്ട്. എങ്ങനെയാണ് സെൻറ്ററാക്കേണ്ടത്, A സെൻറ്റർ, Aന് സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 5.2 സെൻറ്റിമീറ്റർ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നോക്ക് കോമ്പസിലെ 5.2 സെൻറ്റിമീറ്റർ എടുത്ത ശേഷം അതായത് ഇവിടെ സെൻറ്ററാക്കിക്കൊണ്ട് 5.2 സെൻറ്റിമീറ്റർ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, A സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്ക് ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. ഉണ്ടാ മനസ്സിലായില്ലേ. അതുപോലെ ഇനി അടുത്ത് നോക്ക്, BC = 6 സെൻറ്റിമീറ്റർ. അപ്പോൾ B ആണ് ഇല്ലാത്തത്. അപ്പോൾ Cനെ സെൻറ്ററാക്കുക. Cനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇതിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്ക് ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ എന്നുള്ള അർത്ഥത്തിൽ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്ത് എവിടെയാണ്, ബിയിലാണ്. എന്നിട്ട് Aയിൽ നിന്ന് Bയിലേക്കും Cയിൽ നിന്ന് Bയിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. അപ്പോൾ എന്തെല്ലാം കിട്ടി, A കിട്ടി, C കിട്ടി, ആൾറെഡി Bയും കൂടെ കിട്ടി. എന്നിട്ടിത് തമ്മിൽ സ്കെയിൽ കൊണ്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് വരയ്ക്കണം, AC = 6.3, അതുപോലെ BC = 6 സെൻറ്റിമീറ്റർ, അതുപോലെ BA = 5.2 സെൻറ്റിമീറ്റർ എന്ന് വരച്ചാൽ മാത്രം മതി. സെയിം മെത്തേഡ് തന്നെയാണ് ഐസോസെലസ് ട്രയാങ്കിൾസിലും പിന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിലും മറ്റ് ഇതിലൊക്കെ വരുന്നത്. നോക്ക് ഇവിടെ നോക്ക്. അപ്പോൾ ACB is the required ട്രയാങ്കിൾ. നമ്മൾ നേരത്തെ വരച്ചതെന്നാണ് ACB is the required ട്രയാങ്കിൾ. നോക്ക് ACB is the required ട്രയാങ്കിൾ. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഏതെങ്കിലും ഇതായിട്ട് ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ മാച്ച് ദ ഫോളോയിങ്ങിലോ കറക്കി കൊത്തി തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കും. ഇങ്ങോട്ട് അപ്പോൾ നോക്ക്, in order to draw a triangle with given sides it is necessary that the sum of any two sides must be greater than the third side. അത് വളരെ പ്രധാനമാണ്. ഏതാണ്, in order to draw a triangle with given sides. ഒരു ട്രയാങ്കിൾ എത്ര സൈഡ് ഉണ്ട്, 3 സൈഡ് ഉണ്ട്, 3 ആംഗിളും ഉണ്ട്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ്, വളരെ പ്രധാനമാണ്, ദ സം ഓഫ് എനി 2 സൈഡ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. മനസ്സിലായില്ലേ, ഏതെങ്കിലും 2 സൈഡ്. ഇപ്പം നമ്മളിനി അടുത്ത വരയ്ക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നോക്കുക, PQR നോക്കുക. ഏതെങ്കിലും 2 സൈഡ്, ഇപ്പോൾ 6.2 6.2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 12.4 കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. എത്രയാണ്, 7.5. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനൊക്കത്തുള്ളൂ. മനസ്സിലായില്ലേ. ഏതെങ്കിലും 2 സൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് തേർഡ് സൈഡിനേക്കാൾ എന്തായിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതർവൈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇതേ മെത്തേഡ് വെച്ച് നമ്മളിതാ ഇവിടെ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. നമുക്ക് കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ PQR വിത്ത് PQ = 7.5 സെൻറ്റിമീറ്റർ. PQ എത്രയാണ്, 7.5 സെൻറ്റിമീറ്റർ. ആൻഡ് PR = RQ = 6.2. അപ്പം ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്, 3 സൈഡുണ്ട്. എത്ര സൈഡുണ്ട്, 3 സൈഡ്. ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെ ഇരിക്കുന്നതിന് എന്ത് പറയും, ഐസോസെലസ് ട്രയാങ്കിൾ. ഇവിടെ ഏതൊക്കെയാണ് ഒരുപോലെ ഇരിക്കുന്നത്, PRഉം RQഉം ഒരുപോലെ ഇരിക്കും. PQ = എന്തായിരിക്കും, സെയിം അല്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ സെയിം അല്ലാത്തത് എന്ന് പറയും. സെയിം അല്ലാത്ത ഏതാണ്, PRഉം RQഉം 6.2, സെയിം അല്ലാത്തത് 7.5. അതിൻ്റെ പേരെന്താണ്, PQ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ PQ എന്നുള്ള ലൈൻ സ്കെയിലിൽ എടുത്തുകൊണ്ട് വരയ്ക്കുക 7.5.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത നോക്കാം, പി ക്യു വരച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇനി അടുത്തത് പി ആറും ആർ ക്യൂ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് പിയും ക്യൂ ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത പോയിൻറ്റ്, കിട്ടേണ്ട പോയിൻറ്റ് ഇനി ഏതാണ്, ആറാണ്. അപ്പം പി ആറാണ് ഇനി വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്, പി ആറും ആർ ക്യൂവും 6.1 തന്നിട്ടുണ്ട്. പി ആറിലും നേരത്തെ ചെയ്ത പോലെ കോമ്പസിൽ ഒരു 6.2 സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് എൻഡിങ് അറ്റ് 6.2 വരച്ച ശേഷം പി എ സെൻറ്ററാക്കിക്കൊണ്ട് 6 കട്ട് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ആർ ക്യൂ ഇസിക്കൽ 6.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, അപ്പോൾ ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്ക്, ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഐസോസെലസ് അല്ലേ, ഒരേ ലെങ്ത് അല്ലേ, ആറിനെ സെൻറ്ററാക്കിക്കൊണ്ട് ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് നമ്മളിതാ വീണ്ടും ആ ലെങ്ത്ത് മാറ്റാതെ ഇവിടെ വീണ്ടും കട്ട് ചെയ്യുന്നു. ഒന്ന് ജോയിൻ ചെയ്തത് ആറിലാണ്. എന്നിട്ട് പി എന്ന് ആറിലേക്കും അതുപോലെ ക്യൂ എന്ന് ആറിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യുന്നു. വിച്ച് ഈസ് ദ റിക്വേർഡ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളുടെ പേരെന്താണ്, നോക്ക്, പി ക്യൂ ആർ എന്നാണ് ആ ട്രയാങ്കിളുടെ പേര്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ട്രയാങ്കിളിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മെത്തേഡ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സെയിം തന്നെ. ഇനി അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇവിടെ നോക്കും, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് 3 സൈഡും ഒരുപോലെ ഉള്ളതിനാണ് എന്ത് പറയുന്നത്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. നമുക്ക് 8.5 ഇവിടെയും 8.5 ഇവിടെയും 8.5 അപ്പുറത്തും 3 സൈഡും ഒരുപോലെ ഉള്ളതിന് എന്ത് പറയും, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ എല്ലാ സൈഡും ഒരുപോലെ ആയതുകൊണ്ട് ആദ്യം ഒരു ലൈൻ നമ്മൾ അസ്യൂം, എം എൻ ഒ എന്ന് പറയുന്ന ഒരു ലൈനില്ലേ, നമുക്ക് അസ്യൂം ദാറ്റ് എമ്മും എന്നും ഇസീക്കൽ എത്രയാണ്, എമ്മും എൻ ഇസീക്കൽ ടു, അസ്യൂം അല്ല, തന്നിരിക്കുന്ന ആസ് പെർ ക്വസ്റ്റ്യൻ 8.5. അത് സ്കെയിലിൽ എമ്മിനെ 0 ആക്കിക്കൊണ്ട് എന്നിന് 8.5 മെഷർ ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എമ്മിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് 3 സൈഡ് ഒരുപോലെയല്ല, അപ്പോൾ പിന്നെ പേടിക്കണ്ട. എമ്മിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് കോമ്പസിൽ ഏതിൽ ഇങ്ങോട്ടൊക്കെ കോമ്പസിൽ 8.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പസിൽ എങ്ങനെ എടുക്കും, 0 എന്നുള്ള പോയിൻ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, വച്ചയ്ക്കുന്നു. 0 എന്നുള്ള പോയിൻ്റ് എന്ത് ചെയ്യുന്നു, വച്ചയ്ക്കുന്നു. എന്നിട്ട് 8.5 വരുന്നു. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കും. ഇനി അടുത്തത് എന്നിലും അതുപോലെ വെച്ചിട്ട് ഡിസ്റ്റൻസ് മാറ്റാതെ, സെയിം ഡിസ്റ്റൻസ് ആണ്, സെയിം മെഷർമെൻ്റ് ആണ്. എന്നിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും 8.5 ഇവിടെ നിന്ന് തൽക്കാലം പിടിക്കേ കാറ്റടിച്ച് എന്നിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ അടിമത്തിൽ കൂടി വരുത്. നമ്മൾ 8.5 തന്നെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, എന്നിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് അതാണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റിന് മാറ്റമില്ല. അപ്പോൾ അതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. കോമ്പസിലെടുക്കുക, സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് എൻഡിങ് അറ്റ് 8.5. എൻ്റെ ഈ ഫിംഗർ ഇത് 0-ൽ വയ്ക്കുക, മറ്റേ 8.5 കോമ്പസിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ്, ഒ ആണ്. എന്നിട്ട് എമ്മിൽ നിന്നും ഒയിലേക്കും അതുപോലെ എന്നിൽ നിന്ന് ഒയിലേക്കും ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ദെയർഫോർ എം എൻ ഒ ഇസ് ദ റിക്വേർഡ് ട്രയാങ്കിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സൈഡും 8.5, അതായത് ഇത് 8.5, ഇത് 8.5, ഇത് 8.5 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു. അതും കൂടെ ആകുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പം നേരത്തെ വരച്ചുള്ള പി ക്യു ഇത് 7.5, ഈ ക്യു ആർ 6.2, അതുപോലെ പി ആർ 6.2 എന്നും കൂടെ മാർക്ക് ചെയ്യുന്നു. അപ്പോഴേ പൂർണ്ണമുള്ളൂ. എന്നിട്ട് 3-നും പി ക്യു ആർ എന്നും കൂടെ പേരും കൊടുക്കുന്നു. ഇങ്ങനെയാണ് ആ ട്രയാങ്കിളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വരയ്ക്കുന്നത്. മനസ്സിലായി? മെത്തേഡ്സൊക്കെ സെയിം തന്നെ. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, ഇനി അങ്ങോട്ടുള്ള ചില ക്വസ്റ്റ്യനിൽ അൺനോൺ സൈഡ് എങ്ങനെ കണ്ടെത്തും എന്നും കൂടെ പറയുന്നുണ്ട്. അത് വേറെ രീതിയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് വരയ്ക്കാം. നോക്ക്, ഇത് കഴിഞ്ഞിട്ട് തന്നെ വരപ്പിക്കാം. നോക്ക്, കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി വിത്ത് ബി സി സിക്കൽ 4 സെൻറ്റിമീറ്റർ, എ ബി സിക്കൽ ടു 3.5 സെൻറ്റിമീറ്റർ ആൻഡ് എ സി സിക്കൽ 4.5 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്, 3 സൈഡുണ്ട്. എത്ര ആംഗിളുണ്ട്, 3 ആംഗിളുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതാണ് ബി സി 4, എ ബി 3.5, എ സി 4.5. ഇത് 3 ഈക്വലാണോ, ഒന്നാണോ? അല്ല. ഇപ്പോൾ സ്കാലൻ ട്രയാങ്കിളാണ്. അതെങ്ങനെ വരയ്ക്കും? നമ്മൾ നേരത്തെ സെയിം സ്റ്റെപ്പ് അസ് ഇൻ ദ കേസ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്കിൽ പേജ് നമ്പർ 138 ഓഫ് ദിസ് ബുക്ക് നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് പോലെ എന്ത് ചെയ്യുക, വരയ്ക്കുക. സെയിം സ്റ്റെപ്പ്. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ 5. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ പി ക്യു ആർ ഇൻ വിച്ച്, ഇതാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അപ്പം ഒരു ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്? 3 സൈഡും ഉണ്ട്, 3 ആംഗിളും ഉണ്ട്. നോക്ക്, 3 സൈഡും ഉണ്ട്, 3 ആംഗിളും ഉണ്ട്. ഒരു ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്? നോക്ക്, 1 2 3. അതുപോലെ 3 ആംഗിൾ ഏതൊക്കെയാണ്? 1 ആംഗിൾ എ, ആംഗിൾ സി, ആംഗിൾ ബി. ഇൻ ദിസ് കേസ് ഇതിനെയാണ് ട്രയാങ്കിൾ. 3 സൈഡും ഉണ്ട്. നോക്ക്, 1 2 3. അതുപോലെ നമുക്ക് എത്ര ആംഗിൾ ഉണ്ട്? നോക്ക്, എ സി ബി. 3 സൈഡും ഉണ്ട്, 3 ആംഗിളും ഉണ്ട്. ആ ഫിഗേഴ്സിന്, ജോമെട്രിക്കൽ ഫിഗേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ പി ക്യു ആർ ഇൻ വിച്ച് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇതൊരു വ്യത്യസ്ത ക്വസ്റ്റ്യനാണ്, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. ക്യു ആർ ഇസ് ഈക്വൽ ടു 6.5 സെൻറ്റിമീറ്റർ ആൻഡ് പി ക്യു ഇസ് ഈക്വൽ ടു 4.8 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഒരു ആംഗിളും തന്നിട്ടുണ്ട്, 2 സൈഡും തന്നിട്ടുണ്ട്. ഒരു ആംഗിളും തന്നിട്ടുണ്ട്, 2 സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ഡ്രൈ ലൈൻ സെഗ്മെൻറ്റ് ക്യു ആർ ഇസ് ഈക്വൽ ടു 6.5 സെൻറ്റിമീറ്റർ. ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ 2 സൈഡല്ലേ തന്നിരിക്കുന്നത്, അതിൽ ഏറ്റവും വലുത് ഏതാണ്? 6.5. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്യു ആർ എന്നുള്ള അർത്ഥത്തിൽ ഇത് 0-ലും വയ്ക്കണം, ഇത് നമ്മൾ എന്ത് ചെയ്യണം? 6.5-ലും വരത്തക്ക രീതിയിൽ വരയ്ക്കുന്നു. എന്നിട്ട് സ്കെയിലും കൊണ്ട് തന്നെ ജോയിൻ ചെയ്യുന്നു 6.5. എന്നിട്ട് പേര് കൊടുക്കണം ക്യു ആർ. അത് 6.5 വേണം, താഴെ മാർക്ക് ചെയ്യുകയും ചെയ്യണം. ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ പെട്ട പീസ്. നമ്മൾ ഭാരപ്പെടാതിരിക്കുക. പിന്നീട് നമുക്ക് അടുത്ത നോക്കുന്നത് എന്താണ്? പി ക്യു ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? ആംഗിൾ ക്യൂ 60 ആണ്. അതുപോലെ തന്നെ പി ക്യു ഇസ് ഈക്വൽ ടു 4.8 സെൻറ്റിമീറ്റർ. പി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 4.8 സെൻറ്റിമീറ്റർ അല്ലേ? നോക്ക്, പി ക്യു എത്രയാണ്? 4.8. അപ്പോൾ നമുക്ക് 2 സൈഡും തന്നിട്ടുണ്ട്, അതുപോലെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്. പി ക്യു 4.8 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 60 ഡിഗ്രി. അപ്പം ഒരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ 60 ഡിഗ്രി. 60 ഡിഗ്രി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ ആദ്യം ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ആർക്കങ്ങ് വരയ്ക്കും. അതായത് എങ്ങനെയാണ് 60 ഡിഗ്രി കണ്ടെത്തുന്നത്? എളുപ്പമാണ്. ഈ ക്യൂവിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു റേഡിയസിനെടുത്ത് ഇതിന് ചുറ്റും അങ്ങ് വരയ്ക്കും. അങ്ങനെ വരച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരച്ച ശേഷം ആ റേഡിയസ് മാറ്റാതെ, ആ റേഡിയസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരച്ചല്ലോ, നോക്ക്, ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചു. ആ റേഡിയസിന് അല്പം പോലും മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തെ പോയിന്റിലേക്ക് വരുന്നു. ഏതാണ്ട് ഈ പോയിന്റ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓ എന്ന് കൊടുക്കാം. ഇവിടെ നോക്ക്, ഇവിടെ ഓ എന്നൊരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. ഓ എന്നൊരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നിരിക്കട്ടെ. നോക്ക്, ഈ ഓ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്യൂവിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് ഈ ഓ എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങോട്ടൊക്കെ ഓനെ സെൻറ്ററാക്കിക്കൊണ്ട് ആ റേഡിയസ് മാറ്റാതെ നേരത്തെ വരച്ച വരയെ എന്ത് ചെയ്യുന്നു? നോക്ക്, നേരത്തെ വരച്ച വരയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒക്കെ കട്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ എവിടെയാണ് ജോയിൻ ചെയ്തത്? അതാണ്ട് ഇവിടെ. അപ്പോൾ 60 ഡിഗ്രി ഫുൾഫില്ലായി. ഇനി ഏത് മാത്രം ഫുൾഫില്ലാക്കാനുണ്ട്? പി ക്യു ഇസിക്കൽ 4.8 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പി ക്യു, ഇത് പി ആണ്, അൺനോൺ ആണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ക്യൂ ആണെന്ന് ആൾറെഡി അറിയാം. അപ്പോൾ ക്യൂവിൽ നിന്നും പിയിലേക്ക് എന്ത് ചെയ്യണം? ഈ വരച്ചയ്ക്കുന്ന ഈ ലൈനിൽ കൂടെ, ഏത് ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ സ്കെയിൽ എടുക്കും. ജസ്റ്റ് അങ്ങ് മാറ്റ്. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. ഈ പോയിൻ്റ് ഓഫ് ഇങ്ങനെ നോക്ക്, ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടത്? നോക്ക്, 4.8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ കൊണ്ടുവരണം? കാണുന്നുണ്ടോ? 0 കൊണ്ടുവരണം. എന്നിട്ട് മറ്റേ എന്ത് ചെയ്യണം? നോക്ക്, 4.8നോട് എന്ത് ചെയ്യണം? ഏകദേശം വരുന്നുണ്ടല്ലേ? കാണുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്ക്, നോക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെല്ലാം ഫുൾഫില്ലായി? 60 ഡിഗ്രിയാണ്, ആംഗിൾ ക്യൂ 60 ആയി. ഇനി അതുപോലെ തന്നെ ക്യൂ പി സിക്കൽ 4.8, ഇത് രണ്ടും ഫുൾഫില്ലായി. അപ്പോൾ ഇത് ജോയിൻ ചെയ്തതാണ്ട് ഇവിടെയാണ്, ഉണ്ടാ 4.8ലേക്ക് ജോയിൻറ്റും ആയി. അപ്പം ഇങ്ങനൊരു ലൈൻ കിട്ടി. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്യൂവിൽ നിന്നും പിയിലേക്ക് എന്ത് ചെയ്യണം? ഈ ലൈൻ നമുക്ക് ഈ ഭയപ്പെടാതിരിക്കുക, സ്കെയിൽ കൊണ്ട് നമ്മളെന്ത് ചെയ്യുക? അശ്രീവിച്ചു അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് എന്താണ്? ക്യൂ പി. അപ്പം ക്യൂവും പി ആയി. ഇനിയും വേറെ ഒന്നും വേണ്ട, ട്രയാങ്കിളിന് 3 സൈഡുണ്ട്. ഇനി പിയും ആറും കൂടെ ജോയിൻ ചെയ്താൽ പോരെ. പിയും ആറും കൂടെ ഉള്ള ലെങ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല.
നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുക, നീല വര കൊണ്ട് വരച്ചിട്ടിരിക്കുന്നില്ലേ, എന്നിട്ട് വേണമെങ്കിൽ എന്ത് പറയാം, ദി അൺനോൺ ലെങ്ത്, അത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, അൺനോൺ ലെങ്ത് അത് എത്രയാണ് 5.9 സെൻറ്റിമീറ്റർ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്യാം, എത്രയാണ് കണ്ടെത്തുന്നത് എങ്ങനെ, ഈ പോയിൻ്റ് പിയുടെ പോയിൻ്റ് 0 ആയിട്ട് യോജിക്കുന്നു. നോക്ക് പിടിക്കേ, പിയുടെ ഈ പോയിൻ്റ് 0 ആയിട്ട് യോജിക്കുന്നു, മനസ്സിലായില്ലേ. എന്നിട്ട് ഈ പോയിൻ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, 5.9 ഉണ്ടോ, ഏകദേശം 5.9 അടുപ്പിച്ച് വരുന്നുണ്ടോ, 5.9 അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പോൾ അൺനോൺ ലെങ്ത് ഇസിക്കൽ എത്രയാണ് 5.9 എന്നും കിട്ടി. അപ്പോൾ രണ്ട് സൈഡും ഒരാംഗിളും തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഡ്രാ ലൈൻ സെഗ്മെൻറ്റ് ക്യു ആർ ഇസിക്കൽ 6.5 സെൻറ്റിമീറ്റർ. കൺസ്ട്രക്ട് ആംഗിൾ ക്യു ഇസിക്കൽ 60 ഡിഗ്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ് മെഷർ ലെങ്ത് ഇസിക്കൽ 4.8 സെൻറ്റിമീറ്റർ. മെഷർ ലെങ്ത് ഇസിക്കൽ 4.8 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് ആൻ ആർക്ക് ഓൺ ദ ലൈൻ ടേക്കിംഗ് ദ സെൻറ്റർ ക്യൂ. മനസ്സിലായി, ടേക്കിംഗ് ദ സെൻറ്റർ ക്യൂ. മാർക്ക് എ പോയിൻറ്റ് പി അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ ആൻഡ് ആർക്ക്. അപ്പോൾ ഇൻ്റർസെക്ഷൻ അറ്റ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണ്, അറ്റ് ദ ലൈൻ ഓഫ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ ആൻഡ് ആർക്ക്. അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ ആൻഡ് ആർക്ക്, ഇത് രണ്ടും കൂടെ ചേരുന്നതിനാണ് ഇങ്ങോട്ടൊക്കെ. ഇതിനാണ് എന്ത് പറയുന്നത്, ആ ലൈന് 4.8 എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ജോയിൻ പി ടു ആർ, ഞാൻ അടിമത്തിൽ കൂടി വരുത്തി, ഇവിടെ നമ്മൾ നോക്കുക, ജോയിൻ എന്താണ് പി ടു ആർ. അപ്പോൾ പി എന്താണ്, ഇത് അതുകൊണ്ടൊക്കെ പി ടു ആർ അതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം, ഇതിൻ്റെ തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ പി ടു ആർ, ലൈൻ സെഗ്മെൻറ്റ് പി ആർ ഈസ് ടു ബി മെഷേർഡ്. ഈ ലൈൻ സെഗ്മെൻറ്റ് പി ആറിനെ നമ്മൾ മെഷർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് പി ആർ ഇസിക്കൽ 5.9 സെൻറ്റിമീറ്റർ. പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ മെഷർ ചെയ്തതനുസരിച്ച് 5.9 സെൻറ്റിമീറ്റർ. ലാസ്റ്റ് പ്രോബ്ലം ഇനി അടുത്ത് നോക്കുക, ഒന്ന് പിടിച്ചോ, കാറ്റടിച്ച് പറക്കായിരിക്കും. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ എ ബി സി ഇൻ വെച്ച് ആംഗിൾ എ ഇസിക്കൽ 45 ഡിഗ്രി, ആംഗിൾ ബി ഇസിക്കൽ 60 ഡിഗ്രി ആൻഡ് എ ബി ഇസിക്കൽ 9 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്, 3 സൈഡും ഉണ്ട്, 3 ആംഗിളും ഉണ്ട്. നേരത്തെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു, 2 സൈഡും ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. 2 sides ആൻഡ് 1 ആംഗിൾ ഈസ് ഗിവൺ. ഇവിടെയാണെങ്കിലോ സ്മോൾ ചേഞ്ച്, 2 ആംഗിൾ 2 ആംഗിൾസ് ആൻഡ് 1 സൈഡ് ഈസ് ഗിവൺ. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. മെത്തേഡ്സൊക്കെ ഒരല്പം വ്യത്യാസമേ ഉള്ളൂ, സെയിം തന്നെ. പിടിച്ചോ, കാറ്റടിച്ച് ഇത് ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങോട്ട് പറന്നു വരിക. ഇവിടെ നോക്ക്, സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ. ഡ്രൈ ലൈൻ സെഗ്മെൻറ്റ് എ ബി ഇസിക്കൽ 9 സെൻറ്റിമീറ്റർ. കൺസ്ട്രക്ട് ഡി എ ബി ഇസിക്കൽ 45 ഡിഗ്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ്. കൺസ്ട്രക്ട് ഇ ബി ഇസിക്കൽ 60 ഡിഗ്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോമ്പസ്. മാർക്ക് എ പോയിൻറ്റ് സി വെയർ 2 ലൈൻസ് ഡി ആൻഡ് ഇ ബി ഇൻ്റർസെക്റ്റ്. വി ഗെറ്റ് ദ റിക്വേർഡ് ട്രയാങ്കിൾ എ ബി സി. അതായത് മെഷർ ഓഫ് അതർ 2 സൈഡ്സ് ആർ എ സി ഇസിക്കൽ 7.5 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഇസിക്കൽ 6 സെൻറ്റിമീറ്റർ. ഭാരപ്പെടാതിരിക്കുക എന്ന് നോക്കാം, പറഞ്ഞുതരാം. ഇവിടെ ഡ്രായ ലൈൻ സെഗ്മെൻറ്റ് എ ബി ഇസിക്കൽ 9 സെൻറ്റിമീറ്റർ. എ ബി എന്ത് ചെയ്യണം, ഒരു സൈഡും 2 ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി 9 സെൻറ്റിമീറ്റർ ആദ്യം ഇങ്ങ് വരയ്ക്കുക. കൺസ്ട്രക്ട് ഡി എ ബി ഇസിക്കൽ 45 ഡിഗ്രി. ഡി എ ബി നോക്ക്, നമുക്ക് അറിഞ്ഞുകൂടാത്ത സൈഡാണ് ഡി. ഡി എ ബി ഇസിക്കൽ 45 ഡിഗ്രി. അതെങ്ങനെ വരയ്ക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ കണ്ടോ, അപ്പോൾ എക്ക് പെർപ്പൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സിസ്റ്റിക്കും ഇടയിൽ ഇവിടെ ഒരു സിസ്റ്റി, ഇവിടെ ഒരു സിസ്റ്റി, ഇവിടെ ഒരു സിസ്റ്റി, ഇവിടെ ഒരു സിസ്റ്റി, ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ലൈനാണ് എന്ന് പറയുന്നത് പെർപ്പൻഡിക്കുലർ. നേരത്തെ നമ്മൾ പാരലൽ ലൈൻ വരച്ചപ്പോഴത്തേക്ക് ഒരു പെർപ്പൻഡിക്കുലർ നമ്മൾ വരച്ച ഓർമ്മയുണ്ടോ, ദാണ്ട് ഇതുപോലെ ഇങ്ങനെ, ഇത് ഓർമ്മയുണ്ടോ, ദാണ്ട് ഇത് ഇതേ മെത്തേഡ് കണ്ടോ, നോക്ക് ഇതേ മെത്തേഡ് തന്നെ നോക്ക്, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചില്ലേ, ഇതേ മെത്തേഡ് തന്നെ ഇവിടെ അവലംബിക്കാം. അപ്പോൾ 45 ഡിഗ്രി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. 45 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഇടയ്ക്കാണ്, 90യുടെ ഹാഫാണ് 45 ഡിഗ്രി. 90യുടെ ഹാഫാണ് 45 ഡിഗ്രി. അപ്പോൾ ചെയ്യേണ്ടത് ഈ എ സെൻറ്ററാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, മനസ്സിലായില്ലേ. എന്നിട്ട് അത് മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു വര വരയ്ക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ എ സെൻറ്ററാക്കിക്കൊണ്ട് ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് അത് മാറ്റാതെ അതുകൊണ്ട് ഇവിടെ വെച്ച് ഒരു വര വരയ്ക്കുന്നു, മനസ്സിലായില്ലേ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് വീണ്ടും ഇവിടെ ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ നോക്ക്, ഇവിടെ വെച്ചിട്ട് ഒരു വര വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. 60 + 60 120. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് എന്നിട്ട് അത് മാറ്റാതെ ഇവിടെ വെച്ച് ഇവിടെ ഒരു വരയ്ക്കുന്നു. അപ്പോൾ 60 ആയി, 120 ആയി. ഈ 60ക്കും 120ക്കും ഇടയ്ക്ക് നോക്ക്, ഈ 60ക്കും 120ക്കും ഇടയ്ക്കായിരിക്കും 90 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യണം,
ഇവിടെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആർക്കും കട്ട് ചെയ്യണം. അതുപോലെ ഇവിടെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നടക്കായപ്പോൾ 90 ഡിഗ്രി ആയി. അപ്പം നോക്ക്, ഇത് 90 ഡിഗ്രി, ഇത് 0 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0ക്കും 90ക്കും മിഡ് പോയിൻ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി അടുത്തത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ നോക്ക്, എ സെൻറ്ററാക്കിക്കൊണ്ട് വേണ്ട, ഇത് 0 അല്ലേ? അപ്പം വേണ്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു ആംഗിൾ കട്ട് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് വേണ്ട ഇങ്ങനൊരു ആംഗിളും കട്ട് ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് വേണ്ട നോക്ക്, ഇങ്ങനൊരു ആംഗിളും കട്ട് ചെയ്യുന്നു. പകുതി കൂടെ ഒരു ഡിസ്റ്റൻസ് എടുത്ത് 0ക്കും 90ക്കും ഇടയ്ക്കുള്ളതിനെയാണ് 45 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതായി അല്ലേ? എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? അടുത്ത ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി. എളുപ്പമല്ലേ? നോക്ക്, 60 ഡിഗ്രി എളുപ്പമാണ്. നോക്കണം. ഇപ്പോൾ ബി എ സംബന്ധിച്ച് നോക്ക്, ഈ ബി എ എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ നോക്ക്, ഈ ബി എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. 60 ഡിഗ്രി വരയ്ക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ആദ്യം ഒരു സർക്കിളോ ആർക്കോ വരയ്ക്കുക. വരച്ച ശേഷം നോക്ക്, അപ്പുറത്തോ ഇപ്പുറത്തോ മാറ്റി വെച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്യാതെ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 60 ഡിഗ്രി ആയി. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ 60 ഡിഗ്രി ആയി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനെ സെൻറ്ററാക്കിയുണ്ട്, നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 120 ആയി. നോക്ക്, ആദ്യം ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു, ഇതിനെ ബീനെ സെൻറ്ററാക്കിക്കൊണ്ട്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ കൈ വെച്ചേക്കുന്ന ഭാഗം തൊട്ട് ദാണ്ട് ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് എത്ര 60 ആയി. എന്നിട്ട് എൻ്റെ ഇങ്ങോട്ടുള്ള ഭാഗം ആദ്യം ഈ കൈ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇങ്ങോട്ട് വരയ്ക്കുമ്പം എത്രയായി? 60 ഡിഗ്രി ആയി. എന്നിട്ട് ഈ എൻ്റെ വിരലോക്ക്, മദർ ഫിംഗറിലോട്ട് ഇവിടെ വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ടൊരു വര വരയ്ക്കുമ്പോഴത്തേക്ക് എത്രയായി? വീണ്ടും 60 ആയി. 60 + 60 എത്രയാണ്? 120. 120 + 60 ആകുമ്പോഴത്തേക്കും 180. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദീസ് ഫിഗർ എന്നുള്ള അർത്ഥത്തിൽ വരികയാണെങ്കിൽ നോക്കണം, ഒരു 60 ഡിഗ്രി ഇങ്ങോട്ട് വരണം. എന്ത് ചെയ്യണം? നോക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ മൊത്തം വരയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ സെൻറ്ററാക്കിക്കൊണ്ട് അത് ഇങ്ങനെ കട്ട് ചെയ്യുന്നു അല്ലേ? നോക്ക്, മൊത്തത്തിൽ വരച്ചു. എന്നിട്ട് റേഡിയസ് ചേഞ്ച് ചെയ്യാതെ ഇങ്ങോട്ട് മദർ ഫിംഗറിലോട്ട് നോക്കി എന്നിട്ട് ഈ പോയിൻറ്റിനെ സെൻറ്ററാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആ കിട്ടിയ പോയിൻറ്റും അതുകൊണ്ട് ഈ ലൈനും, അപ്പോൾ ആ കിട്ടിയൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ കിട്ടിയ പോയിൻ്റ് ഇതും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യും. നേരത്തെ വരച്ച വരയില്ലേ, ഈ സർക്കിളില്ലേ, ഇങ്ങോട്ടോ കാണുന്നില്ലേ? ബി എ സെൻറ്ററാക്കിക്കൊണ്ട് വരച്ച സർക്കിളും നേരത്തെ കട്ട് ചെയ്ത ഈ പോയിൻറ്റും തമ്മിൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. എന്നിട്ട് ബിയിൽ നിന്ന് ഈ പോയിൻ്റ് നേരെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഏതുവരെ? ഈ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? 2 ആംഗിൾ വെച്ചിട്ട് ഒരു സൈഡ് 2 ആംഗിൾ വെച്ചിട്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഈ സൈഡ് വേണമെങ്കിൽ മെഷർ ചെയ്യാം. എത്രയാണ്? നമുക്ക് AC 7.5. ഇത് അൺനോൺ വാല്യൂ ആണ്. CB = BC = 6 സെൻറ്റിമീറ്റർ. CB എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് ഒന്നാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്, CB അത് തന്നെയാണ് BC. ഇത് തന്നെയാണ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ പിന്നീട് കണ്ടെത്തിയാണ്, അൺനോൺ വാല്യൂ ആണ്. വിച്ച് ഈസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓരോ പ്രോബ്ലമായിട്ട് നോക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്തായിരുന്നാലും ഇങ്ങനെ ഇതിൽ നിന്നേ ചോദിക്കത്തുള്ളൂ. പിന്നെ എന്താണ് റിഫ്ലക്ഷൻ സിമെട്രി, പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷൻ സിമെട്രി, അങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. ആ സിമെട്രി എന്നുള്ള ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യനും അതും ഇതൊക്കെ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് കിട്ടും. അത്രയും കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഓരോ പോയിന്റ് നമ്മൾ ഈ വരച്ച പോയിന്റ് തന്നെ താനൊന്ന് വരച്ചു പോകാം. ഇതല്ലേ 13? അപ്പോൾ ഇത് വരച്ച് പഠിക്കുന്നതല്ലാണ്. ഇതാണ് എൻ്റെ മെത്തേഡ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നമ്മൾ ഭയപ്പെടാതിരിക്കുക.